But if I lay down and I play dead and I stay dead, maybe you'll get sick of being the monster out of my head, under my bed. Think you're something out of my nightmares, standing right there. Hi everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് 1 layer of makeup. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ട്രെൻഡ് ഇപ്പോൾ വളരെയധികം നിങ്ങൾ കാണുന്നുണ്ടാവും 1 layer of makeup എന്നുള്ളത്. ഇത് പണ്ട് മുതലേ ഉള്ളൊരു കാര്യം തന്നെയായിരുന്നു, പക്ഷേ നമ്മളധികം അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. കുറേ അധികം മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഒരു രീതി കൂടെയാണ് ഈ ഒരു 1 layer of മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്ലോലെസ് ബേസ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ, ഫ്ലോലെസ് സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മേക്കപ്പ് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കര ഫ്ലോലെസ് സ്കിന്നൊന്നും അല്ല, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മേക്കപ്പാണ്. മേക്കപ്പിൻ്റെ അടിയിൽ ഫ്ലോലെസ് ബേസ് ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് 1 layer of മേക്കപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി, ഇതാണ് നമ്മുടെ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലും മാത്രമേ എൻ്റെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, അപ്പോഴും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇത് ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലും ഇടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ വരിക. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. കൂടെ തന്നെ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ വർക്ക്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഓക്കെ, തീർച്ചയായിട്ടും അവിടെ വരിക, മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ റീൽസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു 1 layer of മേക്കപ്പ് എന്ന് ഉള്ളത്. അതിൽ നമ്മുടെ ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് കണ്ടു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് പ്രെപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ഫേസിൽ ഇപ്പോൾ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ് ക്ലെൻസ് ചെയ്തിട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ടോണറാണ്. അപ്പോൾ ടോണറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് കമ ആയുർവേദയുടെ റോസ് വാട്ടറാണ്. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ടോണർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പാടുള്ളൂ. അത് ഏത് സ്റ്റെപ്പാണെങ്കിലും നമ്മൾ ഫേസ് പ്രെപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഏത് സ്റ്റെപ്സ് ആണെങ്കിലും നമ്മൾ ഒരു 30 to 1 minute വരെ, 30 seconds to 1 minute വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ പ്രോഡക്റ്റൊക്കെ നമ്മുടെ ഫേസിലോട്ട് ഇറങ്ങി ചെല്ലാനും അതൊന്ന് സെറ്റ് ആവാനും അതിനൊരു ടൈം കൊടുക്കണം. എങ്കിലേ നമ്മുടെ മേക്കപ്പ് അത്രയും നന്നായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സിംപിളിൻ്റെ മോയ്സ്ചറൈസറാണ്. ഓൾ ടൈം ഫേവറേറ്റ് മോയ്സ്ചറൈസർ. അപ്പോൾ ഈ ഒരു 1 layer of മേക്കപ്പ് ശരിക്കും ആർക്കാണ് സൂട്ട് ആവണേന്ന് വെച്ചാൽ നല്ല ഫ്ലോലെസ് സ്കിന്നുള്ളവർക്കാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ നിറയെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഫേസിൽ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു പാടുകളും ചെറിയ രീതിയിൽ പിഗ്മെൻറ്റേഷനും ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് ഇപ്പം ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിലൊക്കെ ചെറിയ രീതിയിൽ പിഗ്മെൻറ്റേഷൻ കാണുന്നുണ്ടാവും. ഈ ഒരു ഏരിയയിൽ പിന്നെ മുഖത്ത് ചെറിയ രീതിയിൽ പാടുകൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും സൂട്ടാവാൻ കുറച്ച് പാടാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് പ്രോഡക്റ്റ്സ് കൂട്ടിയും കുറച്ചും ആ ഒരു റേഷ്യോസിൽ എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കവറേജ് വരും. പക്ഷേ നല്ല ഫ്ലോലെസ് ബേസ് ഉള്ള ഫ്ലോലെസ് സ്കിന്നാണെങ്കിൽ അടിപൊളിയായിട്ട് ഇത് വർക്കാവും. ഒരുപാട് മേക്കപ്പ് ഇട്ടുന്ന ആവശ്യമില്ല. 1 layer of മേക്കപ്പ് തന്നെ അവർക്ക് ധാരാളമാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഭയങ്കര ഹെവി മേക്കപ്പ് ഇടാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു 1 layer of മേക്കപ്പ് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഫുള്ള് കാണണ്ട, ജസ്റ്റ് ആ ഒരു പ്രോസസ്സ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇവിടെ എവിടെയെങ്കിലും ടൈം കൊടുത്തേക്കാം, നിങ്ങൾക്ക് അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോയി കാണാം കേട്ടോ. ഞാനിപ്പോൾ ഫുള്ള് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുള്ളാവും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്താൽ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് നന്നായിട്ട് സ്കിന്നിലങ്ങ് അബ്സോർബ് ആവും. ഇനി ഞാൻ ചെയ്യാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. വേറൊരു പ്രോഡക്റ്റും അല്ല, നമ്മുടെ മാക്കിൻ്റെ സ്ട്രോക്ക് ക്രീമാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫേഷ്യൽ ഓയിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ സ്ട്രോക്ക് ക്രീമാണ്.
ഇത് എനിക്ക് സാമ്പിൾ മീൻസ് ഫ്രീ പ്രോഡക്റ്റായിട്ട് കിട്ടിയതാണ്. ഇത് പിങ്ക് ലൈറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ലൈറ്റ് ഷെയ്ഡ് ഫെയർ ടു മീഡിയം സ്കിന്നുകാർക്ക് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഗ്ലോ എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു എന്താ പറയുക, ചെറിയ രീതിയിലൊരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ആണ് ഇതിലുള്ളത്. അടിപൊളി പ്രോഡക്റ്റാണ്. എന്താ, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 1 ലെയർ ഓഫ് മേക്കപ്പിലോട്ട് പോവാണ്. ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്തില്ല കേട്ടോ. ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എവിടേക്ക് എന്തൊക്കെ പ്ലേസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് വന്നിട്ട് കൺസീലറാണ്. കൺസീലറിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻ കൺസീലറാണ്. ഷെയ്ഡ് വന്നിട്ട് മീഡിയമാണ് കേട്ടോ, 130 മീഡിയം. ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ എവിടെയൊക്കെയാണോ എനിക്കൊരു ബ്രൈറ്റ്നെസ് വേണ്ടത് അവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു മേക്കപ്പ് ഡോട്ട് ഇട്ടിട്ട് ആണ് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അത് നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ. ഓക്കെ, ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം കുറച്ച് ബുദ്ധത്തിനെ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, നമ്മൾ കൺസീലർ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ അപ്പോൾ ഫൗണ്ടേഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഹുഡ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഈ ഹുഡ ബ്യൂട്ടി ഫൗണ്ടേഷൻ വന്നിട്ട് അപ്ലൈ ചെയ്ത ഉടനെ അത് മാച്ചായി പോവും. ഭയങ്കര ഒരു പൗഡറി ഫിനിഷാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാനൊന്ന് കയറ്റിയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത്രയും കയറ്റണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലഷ് പോകാനുണ്ട്, അതിൻ്റെ താഴെ കോണ്ടോർ പോകാനുണ്ട്. പക്ഷേ ഞാനിത് മേലെ കയറ്റിയാണ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. നമുക്ക് എന്താ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ മെൻ്റെ കൂടെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ അപ്ലൈ ചെയ്തേണ്ടത് ബ്രോൺസറാണ്. ബ്രോൺസറിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ ക്രീം കോണ്ടോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ക്രീം കോണ്ടോർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഫൗണ്ടേഷൻ തന്നെ കോണ്ടോറായിട്ട് യൂസ് ചെയ്യുന്നത്. കോണ്ടോർ അല്ല, ബ്രോൺസറായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലഷിന് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. ഇതൊരു ക്രീം ബ്ലഷ് കണക്കിരിക്കുന്ന ഒരു സാധനമാണ്. സോ അത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സെയിം ബ്രഷ് തന്നെ, ഓക്കെ, ഇത് പാക്കിൻ്റെ ബ്രഷാണ്. ഇത് സെയിം ബ്രഷ് തന്നെ ജസ്റ്റ് ആ പ്രോഡക്റ്റ് ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ പ്രോഡക്റ്റിൽ നിന്ന് എടുത്ത് ഫേസിൽ പ്ലേസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത ഇപ്പോൾ ഹുഡ ബ്യൂട്ടി ഫൗണ്ടേഷനൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ അതിങ്ങനെ പൗഡർ ഫിനിഷ് ആയിരിക്കും ഇരിക്കുന്നത്. ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. അത് മാക്കിൻ്റെ ഫിക്സ് പ്ലസ് പ്രൈം സ്പ്രേ. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സ്പ്രേസ് ഉണ്ടെങ്കിൽ, ഹൈഡ്രേറ്റിംഗ് സ്പ്രേസ് ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. ഇതാണ് ഞാൻ ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കൺസീലറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്കി പ്രൊഡക്റ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇത് വീണ്ടും ഡ്രൈ ആയി പോവും. സോ പെട്ടെന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം.
sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? But if I lay down and I play dead and I stay dead, then will you get bored of killing me? Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted you've been gifted with the evil voodoo. Got me coming back for more even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head. അപ്പോൾ ഇതാണ് എൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. അപ്പോൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഉള്ള ബേസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഐസും ലിപ്സും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടില്ല. ജസ്റ്റ് പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. വളരെയധികം സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഹുദ ബ്യൂട്ടി ഫൗണ്ടേഷൻ വന്നിട്ട് ഭയങ്കര മാറ്റിഫൈങ് എഫക്റ്റാണ്, ഭയങ്കര മാറ്റ് ഫിനിഷാണ് തരുന്നത്. സോ എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട്, ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്തു, എല്ലാം ഒന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. ബാക്കി വേറെ ചെയ്തത് ഐബ്രോസ് ചെയ്തിട്ടുണ്ട്, ഐസ് വരച്ചിട്ടുണ്ട്, മസ്കാര ഇട്ടിട്ടുണ്ട്, ലിപ്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ചെയ്തത്. ഇതാണ് എൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഷൈനി ആ ഒരു ഗ്ലോസ് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. സാധാ ഡ്രഗ് സ്റ്റോർ പ്രോഡക്റ്റ് വെച്ചിട്ടും ചെയ്യാം. ഞാൻ ഇതുവരെ ഈ ഒരു ചാനലിൽ 2000 റുപ്പീസിന് കൂടിയ ഫൗണ്ടേഷൻ അങ്ങനെയൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. വളരെ ബേസിക്കായിട്ട് ഡ്രഗ് സ്റ്റോർ പ്രോഡക്റ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തത്. ഓക്കെ, ലക്ഷറി പ്രോഡക്റ്റ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ റീൽസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നതാണ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാനായിട്ട്. സോ ഹിയർ ഇറ്റ് ഈസ്. ഞാൻ നിങ്ങളുടെ കമൻറ്റ് കാണാറുണ്ട്. സോ അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു റീൽസിൽ ഞാൻ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രഗ് സ്റ്റോർ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. ഇത്രയും ഗ്രാൻഡ് ആയിട്ടൊന്നും ആ ഒരു റീൽസിൽ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇനി വീഡിയോസിന് വേണ്ടി എന്ത് ചെയ്യുക, താഴെ വന്നിട്ട് കോമൻറ്റ് ചെയ്യുക, സജഷൻസ് ഒക്കെ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.